എല്ലാ മാന്യമിത്രങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ധ്യാനചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് വളരെ ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ടല്ലോ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിവരാവകാശ നിയമം. ഏതൊരു കാര്യവും അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിച്ച് അറിയാനായിട്ടുള്ള അവകാശം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുമുണ്ട്. അതുപോലെ തന്നെ രാജ്യത്ത് എവിടെയും ജോലി ചെയ്യാനും താമസിക്കുവാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാനും ഉള്ള അവകാശമുണ്ട്. മാത്രമല്ല, ഇഷ്ടമുള്ള മതവും ആശയങ്ങളും സ്വീകരിക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ള അവകാശവുമുണ്ട്. ധാരാളം അവകാശങ്ങൾ പിന്നെയും നമുക്ക് കാണാൻ സാധിക്കും. ഇനി കുടുംബപരമായ അവകാശമാണ് സ്വത്തവകാശം. പിതൃസ്വത്തിന് മക്കൾ അവകാശികളാണ്. മാതാപിതാക്കളുടെ കാലശേഷമോ അവർ എഴുതി വെച്ച രേഖകളുടെ അടിസ്ഥാനത്തിലോ മക്കൾക്ക് ലഭിക്കുന്ന സ്വത്തവകാശം. രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം 18 വയസ്സ് കഴിഞ്ഞ ആർക്കും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാനായിട്ടുള്ള വോട്ടവകാശം. ഇങ്ങനെ വിവിധ അവകാശങ്ങളുടെ പട്ടിക നീണ്ടുപോകുന്നു. ഈ വിഷയത്തിൽ ബൈബിൾ പറയുന്ന ചില കാര്യങ്ങൾ ചുരുക്കമായി ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് എഫെസോസിലെ വിശ്വാസികൾക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ പറയുന്ന ചില വാക്കുകൾ ശ്രദ്ധിക്കാം. സ്വർഗസ്ഥലങ്ങളിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും അവകാശികളാണ്. എഫെസ്യർ 1:3. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ എല്ലാ ദൈവമക്കളും അവകാശവും പ്രാപിച്ചു. എഫെസ്യർ 1:11. അവനിൽ അഥവാ യേശുക്രിസ്തുവിൽ നമ്മെ ദത്തെടുത്തു, അടിമകളായിട്ടല്ല മക്കളായിട്ട്. മക്കളെങ്കിലോ നാം അവകാശികളും ആകുന്നു. റോമർ 8:17. നമുക്കുള്ള പിതൃസ്വത്തിൻ്റെ അവകാശം ഗവൺമെൻറ്റിൻ്റെ മുദ്രയുള്ള കടലാസിൽ അഥവാ മുദ്രപത്രത്തിൽ രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്താൽ അതിന് നിയമപരമായ അവകാശം ലഭിക്കുന്നു. അതുപോലെ നമ്മെയും നമ്മുടെ സ്വർഗത്തിലെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എഫേസ്യർ 1:14. ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ അവകാശമായിട്ടാണ് ദൈവം അംഗീകരിച്ചിട്ടുള്ളത്. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശമുള്ള ജനമായിരിക്കേണ്ടതിന് യഹോവ നിങ്ങളെ തിരഞ്ഞെടുത്തു. ആവർത്തനം 4:20. അവർ നിന്റെ മഹാബലം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ജനവും നിന്റെ അവകാശവുമല്ലോ. ആവർത്തനം 9:29. അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനയിലെ ഒരു വാചകം ഇപ്രകാരമാണ്: അവൻ്റെ അഥവാ കർത്താവിൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് അറിയണം എന്നാണ് പൗലോസ് എഫെസോസിലെ വിശ്വാസികളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത്. എഫെസ്യർ 1:18. പാപത്തിൻ്റെ ഫലമായി മനുഷ്യവർഗത്തിന് അവകാശമായത് നിത്യശിക്ഷാവധിയാകുന്ന നരകമാണ്. സ്വർഗസ്നായ ദൈവം തൻ്റെ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചു. തൻ്റെ യാഗമരണത്തിലൂടെ നമ്മുടെ ശിക്ഷാവധി നീക്കി സ്വർഗം നമുക്ക് അവകാശമായി തന്നു. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ചു. കൊലോസ്യർ 1:12. ഏതൊരാൾക്കും യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള അവകാശവും അധികാരവും ദൈവം നൽകിയിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തി ദൈവമക്കളായി തീർന്ന് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെയും അവകാശികളായി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ഗോഡ് ബ്ലസ് യു. പാളയത്തിൻ്റെ പുറത്തു നിന്നും പാനപാത്രത്തിൻ നല്ലൊരവകാശം തന്ന നാഥനെ ഒന്നു കാണുവാൻ